കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കൂടെയുള്ള യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഗിൽഗാൽ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുകയാണ്. ഇവിടെയുള്ള അശരണരായ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അനേക സ്നേഹിതർ വിവിധ ഇടങ്ങളിൽ നിന്നും ഈ ദിവസങ്ങളിൽ ഇവിടെയുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുവാൻ ഫോണിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കുകയുണ്ടായി. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പോഴിവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെയും അതിൻ്റെ പരിഹാര ക്രമീകരണങ്ങളെക്കുറിച്ചും ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ പകൽക്കാലം അറിയിക്കുവാനാണ് ഈ സമയം ലൈവിൽ വന്നത്. സാധാരണ ഈ സമയം ഇവിടെയുള്ള ചാപ്പലിൽ വിശുദ്ധ സഭായോഗമാണ് നമ്മൾ കൂടാറുള്ളത്. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അവരവരുടെ വാർഡുകളിൽ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അവരുടെ ശാരീരികമായ അവസ്ഥയെക്കുറിച്ചും രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി അറിയുവാൻ പല പ്രിയപ്പെട്ടവരും താല്പര്യപ്പെടുന്നു എന്ന് ഞങ്ങളെ അറിയിക്കുവാനിടയായി തീർന്നു. നിങ്ങളുടെ സ്നേഹത്തിനായി, നിങ്ങളുടെ കരുതലിനായി നിങ്ങൾ ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും ധൈര്യം നൽകുന്ന സമയങ്ങളാണിത്. അനേക പ്രിയപ്പെട്ടവർ വിളിച്ച് ഞങ്ങളെ തിരക്കുമ്പോൾ പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞു പോകുന്നു. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ കൂട്ടായ്മ ഞങ്ങൾക്ക് ഏറ്റവും ആശ്വാസത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം കോവിഡിൻ്റെ ഒരു വ്യാപനം ഈ സ്ഥാപനത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ഇവിടെ സ്റ്റാഫ് ഉൾപ്പെടെ ഏകദേശം 395 പ്രിയപ്പെട്ടവരാണ് ഇവിടെ പാർക്കുന്നത്. അതിൽ 315 ഇവിടെയുള്ള പ്രിയപ്പെട്ടവരും മറ്റ് ഏകദേശം 70ഓളം സ്റ്റാഫ് അംഗങ്ങളുമാണ് ഒരു ടീമായിട്ടിവിടെ സേവനത്തിൽ വ്യാപൃതരായിരിക്കുന്നത്. കോവിഡിൻ്റെ വ്യാപനം ആരംഭിച്ച സമയം തന്നെ ഗിൽഗാൽ ആശ്വാസ ഭവനിൽ മാർച്ച് 14-3 മാർച്ച് മാസം മുതൽ വളരെ കൃത്യമായ നിയന്ത്രണങ്ങൾ പാലിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ സന്ദർശകരെ അനുവദിക്കരുതെന്ന് ഓർഫനേജ് കൺട്രോൾ ബോർഡ് സാമൂഹ്യനീതി ഓഫീസർ ഞങ്ങളെ അറിയിച്ച പ്രകാരം ഞങ്ങളത് നിയന്ത്രിക്കുവാൻ വളരെ ശ്രമിച്ചു. പോവുകയും വരികയും ചെയ്യുന്ന ഇവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങൾ പുറത്തു പോയാൽ അവർ വരുമ്പോൾ അവർക്ക് സാനിറ്റൈസറും മുഖവും കൈയും കഴുകാനുള്ള വാഷിംഗ് സൗകര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ തെർമോ സ്കാനിങ് ചെയ്ത് അവരുടെ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുവാനും അതുപോലെ തന്നെ രജിസ്റ്റർ ബുക്കിൽ അവർ പോകുന്ന സമയം വരുന്ന സമയമെല്ലാം രേഖപ്പെടുത്തുവാനും അത്യാവശ്യമായി ആരെങ്കിലും വന്നാൽ അവരുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ബുക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ നിലയിലാണ് കഴിഞ്ഞ 7 മാസക്കാലം ഗിൽഗാൽ ആശ്വാസ ഭവനിലെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അപ്പോൾ ഇതിനിടയിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ടെസ്റ്റ് നടത്തുവാനായിട്ട് ഉള്ള ക്രമീകരണങ്ങൾ ഉണ്ടായി. അങ്ങനെ 17/8/2020 17/8 മുതൽ 20/8 വരെയുള്ള ദിവസങ്ങൾ ഏകദേശം 4 ദിവസത്തോളം
ഇവിടെ ആൻറ്റിജൻ ടെസ്റ്റ് ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും, പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങളുടെയും കംപ്ലീറ്റ് ആളുകളുടെയും ടെസ്റ്റ് നടത്തുവാനിടയായി തീർന്നു. അന്നത്തെ ടെസ്റ്റിൽ എല്ലാവരും തന്നെ നെഗറ്റീവായിട്ടാണ് അന്ന് വന്നത്. എന്നാൽ അവരിൽ 1-2 പേർക്ക് ഡൗട്ട് പറഞ്ഞതുകൊണ്ട് അവരെ PCR ടെസ്റ്റിന് വേണ്ടി വിധേയരാക്കി. ആ PCR ടെസ്റ്റിൽ അവരിൽ 4 പേർക്ക് പോസിറ്റീവാണെന്ന് അറിയുവാനിടയായി തീർന്നു. അവർക്ക് 4 പേർക്ക് യാതൊരു രോഗലക്ഷണങ്ങളും ഇല്ലായിരുന്നു. അവരെ 4 പേരെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവർ 2 ആഴ്ചയോളം, ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും ഒരാഴ്ച ക്വാറൻറ്റൈനിലിരിക്കുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം എനിക്കൊരു 2 ആഴ്ച ഈ ആഴ്ചയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ചുരുക്കം ചില പ്രിയപ്പെട്ടവർക്ക് വൈറൽ ഫീവറിൻ്റെ പ്രയാസം ഉണ്ടായി. പക്ഷെ അത് ശാന്തമായി. KJ ജോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ വളരെ ശാന്തനായിട്ട് താമസിച്ച് ആശ്വാസം പ്രാപിച്ചു വന്ന ജോസ് ചായൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹത്തിന് 65 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈറൽ ഫീവറൊക്കെ കുറവായി. എന്നാൽ ഒരു ദിവസം അദ്ദേഹം രാവിലെ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു വിമ്മിഷ്ടവും അതുപോലെ തന്നെ ലൂസ് മോഷനും ഉണ്ടായി. അപ്പോൾ തന്നെ ഞങ്ങൾ എമർജൻസി ആംബുലൻസിൽ പുഷ്പേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ ചെല്ലുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം കോവിഡ് ടെസ്റ്റാണോ എന്നറിയുവാൻ വേണ്ടി, കോവിഡ് പോസിറ്റീവാണെന്ന് അറിയുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ സാമ്പിൾ എടുത്തു. അത് റിസൾട്ട് വന്നപ്പോഴാണ് അദ്ദേഹം പോസിറ്റീവാണെന്ന് അറിയുവാനിടയായി തീർന്നത്. അദ്ദേഹത്തിന് പോസിറ്റീവാണെന്ന് ഞങ്ങൾ ഒരിക്കലും ഓർത്തില്ല. എന്നാൽ പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി, വിഷമം തോന്നി. പെട്ടെന്ന് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവരുടെ ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ അനുമതിയോടുകൂടി അമൃതശരീരം സംസ്കരിപ്പാനിടയായി തീർന്നു. പിറ്റേ ദിവസം തന്നെ ബാക്കിയുള്ള എല്ലാവരുടെയും ടെസ്റ്റ് നടത്തുവാനുള്ള ഹെൽത്തിൽ നിന്നുള്ള തീരുമാനമുണ്ടായി. അങ്ങനെ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഏകദേശം 75 പേരോളം പോസിറ്റീവായിട്ട് അറിയുവാനിടയായി തീർന്നു. പിറ്റേ ദിവസവും ടെസ്റ്റ് നടത്തി. അങ്ങനെ 2 ദിവസം കൊണ്ട് ഇവിടെയുള്ള കംപ്ലീറ്റ് ആളുകളുടെ, ഈ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ആളുകളുടെ ടെസ്റ്റുകൾ നടത്തി. അങ്ങനെ ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 191 പേർക്ക് പോസിറ്റീവായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ചിലർക്ക് ശാരീരികമായ ക്ഷീണമുണ്ട്, പനിയുടെ പ്രയാസമുണ്ട്, ക്ഷീണമുള്ളവരുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ ഇവിടെ തന്നെ നൽകി വരുന്നു. ഒരു പ്രായമുള്ളൊരു പിതാവ് മാത്രം കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. 1-2 പേർ കൂടെ ക്ഷീണമുള്ളവരുണ്ട്. അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും ശാന്തരായിട്ട് പോകുകയാണ്. 191 പേർക്ക് പോസിറ്റീവായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു പശ്ചാത്തലം വന്നപ്പോൾ ഞങ്ങളുൾപ്പെടെ ഇവിടെയുള്ള കംപ്ലീറ്റ് ആളുകളെയും ഈ കോമ്പൗണ്ടിൽ തന്നെ പ്രത്യേക നിലയിൽ നിയന്ത്രണത്തിൽ പാർപ്പിച്ച് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ആവശ്യമായിട്ടുള്ള കെയർ, ആവശ്യമായുള്ള സുരക്ഷിതത്വം ഒക്കെ ഇപ്പോൾ ക്രമീകരിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ചുമതലപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉള്ള എല്ലാ പിന്തുണയോടുകൂടിയും അവരുടെ സാന്നിധ്യം, അവരുടെ അഡ്വൈസ്, അവരുടെ ക്രമീകരണങ്ങൾ അത് പൂർണ്ണമായി പാലിച്ച് ഇപ്പോൾ പോകുന്നു. ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. ഡോക്ടേഴ്സ് ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ട്, ഡേ ഡ്യൂട്ടിയിലുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് തന്നിരിക്കുന്ന നേഴ്സസ് ഉണ്ട്. അവരും നൈറ്റിലും ഡേയിലുമായിട്ട് ഇവിടെ സർവീസ് ചെയ്യുന്നു. അത് ഞങ്ങൾക്കേറെ ആശ്വാസപ്രദമാണ്. ഇപ്പോൾ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെല്ലാം ആശ്വാസത്തോടെ ഇരിക്കുന്നു. കൂടുതൽ ഗുരുതരമായ ഒരു അവസ്ഥ ഇപ്പോഴില്ല. ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഇതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള, കരുതലോടുകൂടിയുള്ള ക്രമീകരണങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അനേക പ്രിയപ്പെട്ടവർക്ക് ഒരു ചിന്തയോ ചോദ്യമോ ഉണ്ടാകാം. ഇങ്ങനെയൊരു സ്ഥാപനത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ എത്രയും ആളുകൾക്ക് ഈ രോഗമുണ്ടായി എന്നുള്ളൊരു സ്വാഭാവികമായൊരു ചോദ്യമുണ്ടാകാം. ഞങ്ങളും അത് വളരെ ശ്രദ്ധിക്കുന്നു. അതിൻ്റെ ഗൗരവം ഞങ്ങൾ മനസ്സിലാക്കുന്നു.
ഞങ്ങളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു. കാരണം കഴിഞ്ഞ 7 മാസക്കാലം ഈ വൈറസ് ഈ കോമ്പൗണ്ടിൽ വരാതിരിപ്പാൻ മാനുഷികമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി സുരക്ഷിതത്വം ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു. ഇതിനിടയിൽ തന്നെ ഏകദേശം 6 പ്രാവശ്യം സ്റ്റാഫ് മീറ്റിംഗ് ഇവിടെ ഈ ചാപ്പലിൽ കൂടുവാനിടയായിത്തീർന്നു. ആ മീറ്റിങ്ങുകളിലെല്ലാം ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിൽ എത്രത്തോളം നമുക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാമോ അത്രത്തോളം ചെയ്യുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ 7 മാസക്കാലം ഗിൽഗാൽ ആശ്വാസ ഭവനിലെ 70ഓളം സ്റ്റാഫ് അംഗങ്ങൾ അവർ വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഇവിടെ വന്ന് ഈ സേവനം ചെയ്യുന്നത്. അവർക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. പല പ്രിയപ്പെട്ടവർക്കും പോയി വരേണ്ടവരാണ്. അപ്പോൾ അവർ ബസ്സിനാണ് സാധാരണ പോയി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഞങ്ങൾ കർശനമായിട്ടും അവരോട് പറഞ്ഞു, നിങ്ങളിനിയും ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കയറി വരണ്ട, നിങ്ങൾക്ക് മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ തന്നെ ലോക്ക്ഡൗണും ആരംഭിച്ചു. ലോക്ക്ഡൗൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഗിൽഗാൽ ആശ്വാസ ഭവനിലെ എല്ലാ വാഹനങ്ങളും, ആംബുലൻസ് ഉൾപ്പെടെയുള്ള 4 വാഹനങ്ങൾ 4 ഡ്രൈവർമാരെ നിയമിച്ച് 4 വാഹനങ്ങളിൽ രാവിലെ 6:45 മുതൽ ഏകദേശം ഒരു 9 മണി വരെ വിവിധ ഇടങ്ങളിൽ വാഹനം വിട്ട് സ്റ്റാഫിനെ കളക്ട് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അവരോട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും നേരത്തെ ഇറങ്ങി നിൽക്കേണ്ട, കവലയിൽ ഇറങ്ങി നിൽക്കേണ്ട, ജംഗ്ഷനിൽ ഇറങ്ങി നിൽക്കേണ്ട. വാഹനം നിങ്ങളുടെ വീടിനരികിൽ വരുമ്പോൾ, അടുത്ത് വരുമ്പോൾ മാത്രം നിങ്ങൾ വന്നാൽ മതി. വരുമ്പോൾ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മാസ്ക് ധരിക്കണം, സുരക്ഷിതത്വമെല്ലാം പാലിക്കണം. കാരണം നമ്മുടെ ഇവിടെ പാർക്കുന്ന ആളുകൾ രോഗികളാണ്, നമുക്ക് ആരോഗ്യമുണ്ടാകാം, പക്ഷേ ഇവിടെയുള്ള ആളുകൾ വളരെ ക്ഷീണിതരായതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് കർശനമായിട്ട് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങളോടും പറയുകയും അത് 100% അവർ അംഗീകരിക്കുക, അവർ പാലിക്കുക, അതിന് പ്രകാരമുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ 7 മാസക്കാലം ഭാരിച്ച ചെലവ് അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് ഉണ്ടായി. നമുക്കറിയാം, 7 മാസക്കാലം 4 വാഹനങ്ങൾ, 4 ഡ്രൈവർമാർ ഈ ആളുകളെ കളക്ട് ചെയ്യാൻ വേണ്ടി ഓടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. നിരണത്ത് ഉള്ള സ്റ്റാഫുകളുണ്ട്, കടപ്പുറയുള്ള സ്റ്റാഫുകളുണ്ട്, കവിയൂർ, തടിയൂർ, ചെറുകോല്, കോഴഞ്ചേരി, നന്നൂർ, ഓതറ, ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നും വാഹനങ്ങൾ പോയി ആളുകളെ കളക്ട് ചെയ്തു. നൈറ്റ് ഡ്യൂട്ടിയിലുള്ളവരെ വിടണം, ഡേ ഡ്യൂട്ടിയിലുള്ളവരെ കൊണ്ടുവരണം. ആ ക്രമീകരണങ്ങളെല്ലാം വളരെ സുരക്ഷിതമായിട്ട് കഴിഞ്ഞ 7 മാസക്കാലം ചെയ്യുവാനും അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഒരു വ്യാപനം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു. ഇതിനിടയിൽ ചില പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും പല സ്റ്റാഫും ഇവിടെ താമസിക്കാൻ അവരുടെ കുടുംബ ഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ താമസിക്കാൻ അവർ തയ്യാറായി. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഇപ്പോഴും അങ്ങനെ ചില പ്രിയപ്പെട്ടവർ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീടുകളിൽ പോകാൻ പറ്റാതെ വളരെ സങ്കടത്തോടും വിഷമത്തോടും അവരിവിടെ താമസിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതൊക്കെ അവരുടെ മനസ്സോടെ വിഷമം ഉള്ളിലുണ്ടെങ്കിലും അവരുടെ കുടുംബങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ ഒക്കെ അവരുടെ കാര്യങ്ങൾ ഒക്കെ മാറ്റിവെച്ച് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ അവർ റെസ്റ്റ് എടുക്കുന്നു. അവർ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇവിടെയുള്ള ഗിൽഗാലിലെ യുവ സഹോദരങ്ങളുടെ ആത്മാർത്ഥമായ സേവനം ഞങ്ങൾക്ക് കഴിഞ്ഞ 7 മാസക്കാലം, വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ 7 മാസക്കാലം അത് അവരെല്ലാം ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അതിനൊക്കെ വാക്കുകളില്ല, അത്രമാത്രം ആത്മാർത്ഥമായ ഒറ്റ കൈയോടെ ഒരു വാക്കിൽ പോലും അവർക്കൊരു അഭിപ്രായ വ്യത്യാസമോ എതിർപ്പോ ഇല്ലാതെ ഈ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് അവരിവിടെ സേവനമനുഷ്ഠിച്ചു. അവർ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഈ പറഞ്ഞ പോലെ മാസ്ക് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അവരെ വാഷ് ചെയ്യുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഈ സ്ഥാപനത്തിൽ പ്രിയപ്പെട്ടവരൊക്കെ സർവീസ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്കിത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതായിട്ട് വന്നു. ഇതിനിടയിൽ ചിലർക്ക് മറ്റ് ചില അസുഖങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവരുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് ചില പ്രിയപ്പെട്ടവരൊക്കെ നിൽക്കേണ്ടതായിട്ട് വന്നു. അവർ ഡിസ്ചാർജ് ചെയ്ത് വന്നു.
അപ്പോൾ ഒരു പക്ഷെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റായ സമയത്തോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന ആളുകൾക്കോ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും നിലയിൽ വ്യാപനമുണ്ടായതാണോ എന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. ഒരു പക്ഷേ അതും പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല, കാരണം അതൊക്കെ ചില മാസങ്ങൾക്ക് മുൻപായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അവശ്യ സാധനങ്ങൾ, നമുക്കറിയാം ഇത്രയും 100-400 പേര് താമസിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് പലവ്യഞ്ജനങ്ങളും അതുപോലെ തന്നെ മറ്റ് പച്ചക്കറികൾ, മെഡിസിന്, പാമ്പേഴ്സ്, ഗ്ലൗസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുമായിട്ട്, വിറക്, ഇങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് ലോറി വരുമ്പോഴും വാഹനങ്ങൾ വരുമ്പോഴും ഒരു അകലം പാലിച്ചാണ് ഇതെല്ലാം ക്രമീകരിച്ചിരുന്നെങ്കിലും ഒരു പക്ഷെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള വാഹനങ്ങളുടെ വരവിൽ നിന്ന് ആണോ എന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കഴിഞ്ഞ 6-7 മാസക്കാലം ഇവിടെ താമസിച്ച് വർക്ക് ചെയ്യുന്ന പല പ്രിയപ്പെട്ടവർ അവരുടെ വീടുകളിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ 6-7 മാസമായപ്പോൾ പലരും അനുവാദം ചോദിച്ച് ഒരാഴ്ച അവധിക്ക് 3-4 ദിവസം എന്നുള്ളത് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഞങ്ങളും ആഴമായിട്ട് ചിന്തിക്കുന്നുണ്ട്. പരമാവധി നോക്കിയെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ഇത് ഇവിടെ ഈ കോമ്പൗണ്ടിൽ വന്നു, ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു, ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ അത് ബാധിച്ചു. അതിൽ ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട്, അതീവ വേദനയുണ്ട്. ഇനിയും ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ഒരു തീരുമാനത്തോടെ, അതിനുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥന ഈ വിഷയത്തിൽ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമെന്ന് പ്രത്യേകാല ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗിൽഗാൽ ആശ്വാസ ഭവനെ എത്രമാത്രം കരുതുന്നു, ഈ സ്ഥാപനത്തെ എത്രമാത്രം, ഇതിൻ്റെ അകത്തുള്ള ആളുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച സപ്പോർട്ട് അത് വിലമതിക്കാൻ പറ്റാത്തതാണ്. കാരണം ഞങ്ങളുടെ മനസ്സ് തളരാതെ വണ്ണം നിങ്ങൾ പ്രത്യേകിച്ച് കളക്ടറുടെ നിർദ്ദേശം, DMOയ്ക്ക്, അതുപോലെ തന്നെ DMOയുടെ അഡ്വൈസ്, DMO കൂടെ വിളിച്ച് അന്വേഷിക്കുന്ന നിലയിൽ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങളെക്കുറിച്ച് തിരക്കുവാനും അവർക്ക് വേണ്ടിയ മെഡിസിനും അവർക്ക് വേണ്ടിയ എക്യുപ്മെൻസും ഒക്കെ സപ്ലൈ ചെയ്യുവാനും ഒക്കെ മനസ്സ് കാണിച്ചു. സാമൂഹ്യനീതി ഓഫീസർ ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഏകദേശം 3-ൽ പരം പ്രാവശ്യം ഇവിടെ വന്ന് നേരിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തി ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാനിടയായി തീർന്നു. അങ്ങനെ കളക്ടറോടും DMOയോടും സാമൂഹ്യനീതി ഓഫീസറോടുമൊക്കെ ഞങ്ങൾക്ക് അങ്ങേയറ്റം കടപ്പാടും നന്ദിയും ഈ തരുണത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ഓതറ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അവിടെയുള്ള ഡോക്ടേഴ്സ്, അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ കൂടെ ഇവിടെയുള്ള കാര്യങ്ങൾ തിരക്കി ഏത് സമയത്ത് 24 മണിക്കൂറും ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന നിലയിൽ അവരുടെ ആ ഒരു കരുതൽ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. ഹെൽത്ത് സെൻറ്ററിലുള്ള എല്ലാ ജീവനക്കാരോടും ഡോക്ടേഴ്സിനോടും ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ നന്ദി. ഞങ്ങൾക്ക് ഈ സമയത്ത് അവർ നൽകിയ ആശ്വാസം വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ രവിവരൂർ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഗിൽഗാൽ ആശ്വാസം ഈ പഞ്ചായത്തിലായത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു. കാരണം ഈ സ്ഥാപനത്തിൽ ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് രാജീവ് സാറ് ഞങ്ങളോട് കാണിച്ച സ്നേഹം, സ്വന്തം ഒരു സ്ഥാപനത്തോട് അദ്ദേഹം എങ്ങനെ സ്വന്തം ഒരു മക്കളോട് കാണിക്കുന്ന സ്നേഹം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഞങ്ങളോട് കാണിച്ചു. അദ്ദേഹം ഒരു സഹോദരനെ പോലെ ഞങ്ങളോട് പെരുമാറി. ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ വിളിക്കുകയും അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധമായ പിന്തുണയും ഞങ്ങൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി, ഞങ്ങളുടെ വാർഡ് മെമ്പർ ശശീധരൻ, അതുപോലെ തന്നെ വാർഡ് മെമ്പർ സാലി ജേക്കബ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മാമൻ കൊണ്ടൂർ സാർ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഒക്കെ സഹകരണത്തിന് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിജി സാറ്, അങ്ങനെ എല്ലാ തലത്തിലും എല്ലാ സഭാ രാഷ്ട്രീയ സമുദായ വ്യത്യാസമില്ലാതെ ഈ ഗിൽഗാൽ ആശ്വാസഭവനിലെ ഒരു പ്രതിസന്ധിയിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകി ഞങ്ങളോട് കൂടെ നിന്ന് എല്ലാവരോടും ഞങ്ങൾക്ക് അങ്ങേയറ്റം നന്ദിയും കടപ്പാടും ഉണ്ട്. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും ഇവിടുത്തെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അനേക
പ്രയർ ഗ്രൂപ്പുകളിൽ, പ്രയർ ലൈനുകളിൽ ഗിൽഗാൽ ആശ്വാസ ഭവൻ്റെ അകത്തുള്ള പ്രിയപ്പെട്ടവരുടെ സൗഖ്യത്തിനായിട്ട് ഈ പ്രതിസന്ധി മാറുവാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, വിശ്വാസികളായ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അഭ്യുതകാംക്ഷികൾ, അവരുടെ വിലപ്പെട്ട പ്രാർത്ഥനയും സ്നേഹാന്വേഷണം, അവരുടെ കൂട്ടായ്മയും ഞങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് വളരെ ആശ്വാസമായി തീർന്നു. അവരോടൊക്കെ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പല പ്രിയപ്പെട്ടവരും പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ കണ്ണിന് ഇറനണിയിച്ചു. ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്, ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വരാൻ സാധിക്കുമായി തീർച്ചയായിട്ടും ഞങ്ങളോട് എത്തുമായിരുന്നു, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ടെന്നുള്ള വാക്ക്, ഞങ്ങളുണ്ട്, ഞങ്ങൾ പാസ്റ്റർ വിഷമിക്കേണ്ട, പാസ്റ്റർ തനിയല്ല, ഞങ്ങളുണ്ട്, പാസ്റ്ററുടെ മനസ്സ് തളരരുത് എന്നൊക്കെയുള്ള വാക്കുകൾ ഞങ്ങൾക്ക് വളരെ ആശ്വാസമായി തീർന്നു. അതൊക്കെ ഈ സമയത്ത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ അടിയന്തരമായിട്ട് ഇവിടെ ചില ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൂടെ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. കാരണം 191 പേർക്ക് കോവിഡ് ബാധിച്ചു. അവരിൽ പലരും സ്റ്റാഫിൽ പലർക്കും ഇത് ബാധിച്ചു. അവരെല്ലാം വിശ്രമത്തിലാണ്, പലർക്കും ശാരീരിക ക്ഷീണമുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് നന്നായിട്ടുണ്ടായി. പ്രത്യേകിച്ച് ശുശ്രൂഷ കാര്യങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പ്രത്യേകിച്ച് മെഡിക്കൽ കെയർ, നമുക്ക് ഏറ്റവും വലിയൊരു സഹായം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മെഡിക്കൽ ക്യാമ്പ്, അവരുടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഡോക്ടേഴ്സ് ഇന്നലെ നൈറ്റിൽ ഡോക്ടറെ അവർ വിട്ടു തന്നു, ഇന്നലെ മിനിങ്ങാന്ന് നേഴ്സസിനെ വിട്ടു തന്നു, ഇന്നലെ പകൽ നേഴ്സ് ഉണ്ടായിരുന്നു, ഡേ ആൻഡ് നൈറ്റ് 3 നേഴ്സസിനെ വീതം അവർ നൽകി തരുന്നു. ഇന്ന് പകൽ ഡോക്ടറെ വേറെ വിട്ടിരുന്നു, നൈറ്റിലേക്ക് വേറെ ഡോക്ടറെ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ ക്വാളിഫൈഡ് നേഴ്സിനെ വിട്ടു തന്ന് അവർക്ക് ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കോവിഡ് സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും അവരെ ശ്രദ്ധിക്കുവാനുമുള്ള ക്രമീകരണങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഏറെ ആശ്വാസമാണ്. എന്നാലും ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുടെ ശാരീരിക ശുശ്രൂഷകൾ ചെയ്യുവാൻ ആളുകളില്ലാത്ത ഒരു സാഹചര്യം നേരിട്ടു. അപ്പോൾ ഞങ്ങൾ വളരെ വിഷമിച്ചു. ഞങ്ങളുടെ പ്രിയ സഹോദരന്മാർ, പ്രത്യേകിച്ച് ഹാനോക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പ്രിയപ്പെട്ടവർ, അവർ പലരും നെഗറ്റീവാണ് എങ്കിൽ പോലും അവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പോസിറ്റീവായിട്ടുള്ള കിടക്കയിൽ കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിപ്പാൻ അവർ തയ്യാറായി. അതും ഞങ്ങൾക്ക് വളരെ ആശ്വാസമായി തീർന്നു. ഹാനോക്ക് തൻ്റെ കുഞ്ഞിനെ വൈഫ് ഹൗസിൽ കൊണ്ട് വിട്ട് പിറ്റേ ദിവസം തന്നെ ഇവിടെ അദ്ദേഹം വാർഡുകളിൽ ശുശ്രൂഷയ്ക്കായിട്ട് കയറി. ഒരു ധൈര്യം ദൈവം പ്രിയ ഹാനോക്കിന് നൽകുവാനിടയായി തീർന്നു. അവനോടൊപ്പം ടോം, ആൽവിൻ അവരൊക്കെ മുന്നോട്ട് ഇറങ്ങിത്തിരിച്ചു. കോവിഡ് ഉള്ള പ്രിയപ്പെട്ടവരിൽ തന്നെ ചിലർ ധൈര്യത്തോടെ അവർക്ക് അല്പ ആശ്വാസം ലഭിച്ചപ്പോൾ കോവിഡ് ബാധിച്ച പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ പ്രിയപ്പെട്ടവരും തയ്യാറായി. അങ്ങനെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഒറ്റക്കെട്ടോടെ അല്പം പോലും പുറകോട്ട് പോകാതെ ധൈര്യമായിട്ട് നിൽക്കുവാൻ പ്രിയ സഹോദരങ്ങളെ സർവശക്തനായ ദൈവം ബലപ്പെടുത്തി. അതെല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. അതുപോലെ തന്നെ ആഹാരം പാചകം ചെയ്യുന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിട്ടത്. കാരണം കിച്ചണിൽ ജോലി ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കോവിഡ് ബാധിച്ചു. അവർക്ക് കിച്ചണിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. അവർക്ക് ശാരീരിക ക്ഷീണമുണ്ടായി. ഈ സമയത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ അഡ്വക്കേറ്റ് രാജീവ് സാറും വാർഡ് മെമ്പർ ശശിധരനും ഒക്കെ ചേർന്ന് പഞ്ചായത്തിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി ഗിൽഗാൽ ആശ്വാസവിൻ്റെ കോമ്പൗണ്ടിന് വെളിയിൽ ഒരു കിച്ചൺ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഷെഡ് ഉണ്ടാക്കി പാചകക്കാരെ അറേഞ്ച് ചെയ്ത് അവർക്കുള്ള പേയ്മെൻറ്റ് ഞങ്ങൾ കൊടുത്താൽ മതി. അവർക്കുള്ള പലർക്ക് സാധനങ്ങൾ വാങ്ങിച്ച് കൊടുത്താൽ മതി. അവരത് ആഹാരം ഉണ്ടാക്കി തരാനുള്ള ഒരു ക്രമീകരണം ഇതിന് വെളിയിൽ ചെയ്യുവാനിടയായി. സമ്പർക്കം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും, കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതുണ്ടായി ഈ നാട്ടിലുള്ള ഒരുത്തർക്ക് പോലും ഈ ഒരു വ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങളും അതിൻ്റെ അകത്ത് അങ്ങേയറ്റം പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളോടുകൂടി ആയിരിക്കുന്നു. ഗിൽഗാൽ ആശ്വാസവിൻ്റെ ഗേറ്റിന് വെളിയിലാണ്
അവർ പാചകമുണ്ടാക്കി ഞങ്ങൾക്ക് തരും. അത് ഗേറ്റിൽ കൊണ്ടുവെക്കും. അവരുടെ പാത്രത്തിൽ നിന്നും ഇതിൻ്റെ അകത്തുനിന്ന് കൊണ്ടുവന്ന പാത്രത്തിലേക്ക് ആ ആഹാരം പകർന്ന് പാത്രങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അവരുടെ പാത്രം അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകും. ഞങ്ങളുടെ പാത്രത്തിൽ ഈ ആഹാരം ആയിട്ട് ഗിൽഗാലിലെ പ്രിയപ്പെട്ടവർക്ക് അത് കൊടുക്കുവാനിടയായിത്തീരുന്നു. അങ്ങനെ ഒരു ക്രമീകരണമാണ് ഭക്ഷണ കാര്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതൊക്കെ പെട്ടെന്നുണ്ടാക്കിയ ക്രമീകരണങ്ങളാണ്. സാധാരണ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്ന ഗിൽഗാൽ ആശ്വാസിലെ ടീമിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബദ്ധപ്പാടിൻ്റെയൊക്കെ വളരെയധികം ബദ്ധപ്പാടുകളാണ് ഈ ഒരു ക്രമീകരണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ സാമ്പത്തിക ചെലവുകൾ, അമിതമായ ചെലവുകളും ഈ ഒരു ക്രമീകരണങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ഇന്ന് ഉച്ചയ്ക്കുള്ള ആഹാരവും എല്ലാവർക്കും സുഭിക്ഷമായിട്ട് നൽകുവാൻ ദൈവം സഹായിച്ചു. കാര്യങ്ങൾക്കൊന്നും ഒരു കുഴച്ചിലും വന്നില്ല. പ്രത്യേകം ആ കാര്യം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള മറ്റ് പേഷ്യൻസ്, ഇവിടെ ഗിൽഗാൽ ആശ്വാസ ഭവനിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇവിടെയുള്ള ഈ പറയപ്പെട്ട 315 ആളുകളും വിവിധ രോഗങ്ങളുള്ളവരാണ്. ഗിൽഗാൽ ആശ്വാസം ഏറ്റെടുത്തിരിക്കുന്ന ആളുകളെല്ലാം പേഷ്യൻസാണ്. അതിൽ ആ കാറ്റഗറീസ് തിരിച്ച് ഒന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നല്ലോ. അതായത് നമുക്ക് ഈ സ്ഥാപനത്തിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ നിരാലംബരായ ഓൾഡ് ഏജ്. അതുപോലെ തന്നെ അവരിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, അതായത് തികച്ചും അവശരായി കിടക്കയിൽ മാത്രം കഴിയുന്ന പ്രിയപ്പെട്ടവർ, ശരിക്കും അവർക്ക് പല രോഗങ്ങളാൽ അവർ കിടക്കയിലായിപ്പോയി. ഒരായുസ് മുഴുവൻ ഓടിയിട്ടും അവരുടെ കാലുകൾ തളർന്നു, കൈകൾ വിറയ്ക്കുന്നു, ശരീരം അവശത പിടിപെട്ടിരിക്കുന്നു, അവർക്ക് എഴുന്നേൽക്കാൻ വയ്യ. കിടക്കയിലേക്ക് മാറ്റപ്പെട്ട ഒരു കൂട്ടം വയോധികരെ ഈ സ്ഥാപനത്തിൽ ഏറ്റെടുത്ത് ഒരു വാർഡ് നിറയെ ഏകദേശം 10-30ഓളം 10-60ഓളം ഒരു 30 സ്ത്രീകളും 30-ഓളം പുരുഷന്മാരുമായ വയോധികർ 2 വാർഡുകളിലായിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന നിലയിൽ ഈ ഭവനത്തിലെ ശുശ്രൂഷയെ അനുഭവിക്കുന്നു. അവർക്ക് പലർക്കും ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിവുള്ളവരല്ല. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഇവിടെ ശുശ്രൂഷിച്ചു വരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഡിമെൻഷ്യ വന്ന്, അൾഷിമേഴ്സ് വന്ന്, ഓർമ്മ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട, അവർക്ക് അല്പം ആരോഗ്യമൊക്കെ കാണും, പക്ഷേ അവർക്ക് ഓർമ്മ കാണത്തില്ല. അവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് പരിസരബോധമില്ലാതെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. ഞാനിത് പറയാൻ കാരണം, ഈ നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവരോട് മാസ്ക് ധരിക്കാൻ പറഞ്ഞാൽ ആ മാസ്ക് അവർ ചുരുട്ടി വേസ്റ്റ് കൊട്ടയ്ക്കകത്ത് കളയും. നമ്മൾ മാസ്ക് കൊടുത്ത് തിരിച്ചു വരുമ്പോൾ അവരുടെ മുഖത്തും മാസ്ക് കാണില്ല, ചിലപ്പോൾ അവർ ക്ലോസറ്റിലിട്ട് കളയും. നമുക്ക് എത്ര നോക്കിയാലും അവരെ മാസ്ക് ധരിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷേങ്കിൽ അവർക്ക് കോവിഡ് ഉണ്ടായിരിക്കാം, പക്ഷേ അവർ ചെയ്യുന്നത് നിൽക്കുന്നിടത്ത് തന്നെ അവർ തുപ്പും. നമുക്കവരെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല, കാരണം അവർക്ക് ഓർമ്മയില്ല. അപ്പം ഈ നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ട സ്നേഹവും കരുതലും ശുശ്രൂഷയും നൽകുക എന്ന് മാത്രം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ രോഗവ്യാപനം ഇത്രയും ഉണ്ടായത്. ഒരു പക്ഷെങ്കിൽ നോർമൽ ആളുകളായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ അതൊരു 5, 8, 10 പേരിൽ ഒതുങ്ങുമായിരുന്നു. എന്നാൽ ഈ പറയുന്ന നിലയിൽ ഓർമ്മ നഷ്ടപ്പെട്ടു, ഡിമെൻഷ്യ, അൾഷിമേഴ്സ് ഒക്കെയുള്ള ആളുകൾ അവരുടെ ഈ പറഞ്ഞ ഇവിടങ്ങളിലായി അവർ ഇങ്ങനെ അസ്വസ്ഥരായിട്ട് നടക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ സ്രവമൊക്കെ ഈ തുപ്പലൊക്കെ ഇങ്ങനെ ഒലിപ്പിക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് പലപ്പോഴും അത് രോഗവ്യാപനം കൂട്ടാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെങ്കിൽ അങ്ങനെ ആയിരിക്കാം കൂടുതൽ ആളുകൾക്കിത് ഉണ്ടാകാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാർക്കിൻസൺസ് നമുക്കറിയാം, അത് കൈകൾ കാലുകൾ വിറയ്ക്കുന്ന ആളുകളുണ്ട്. ഈ നിലയിൽ തന്നെ വയോധികരായിട്ടുള്ള ആളുകൾ ഈ സ്ഥാപനത്തിൽ ആശ്വാസം അനുഭവിക്കുന്നു. അതുപോലെ തന്നെ മാനസിക രോഗത്തിൻ്റെ പിടിയിൽ അമർന്ന ആളുകൾ, ട്രീറ്റ്മെൻറ്റുകൾ അവർക്കിപ്പോൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. അവർ ആശ്വാസത്തോടെ കഴിയുന്നു, അവർ നോർമൽ ജീവിതത്തിലേക്ക് വരുന്നു. അവർക്കും ഈ പറയപ്പെട്ടതുപോലെ ഈ പറയുന്ന പോലെ നമുക്ക് മാസ്ക് കൊടുക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുവാനോ
ചിലപ്പോൾ പറ്റിയില്ലെന്നിരിക്കും. ചില പ്രിയപ്പെട്ടവരൊക്കെ ക്ലോസറ്റും പൊക്കിക്കൊണ്ട് ബാത്റൂമിൽ വരുന്നവരുണ്ട്. ഞങ്ങൾക്കൊക്കെ പലപ്പോഴും അത് വിഷമം തോന്നുന്നുണ്ട്. കാരണം ക്ലോസറ്റിൻ്റെ നട്ട് ബോൾട്ടുകൾ ഇളക്കി അവർ വരുന്ന വഴിക്ക് അതും എടുത്തുകൊണ്ട് വരും. അപ്പോൾ ആ നിലയിലുള്ള അസ്വസ്ഥരായിട്ടുള്ളവരുണ്ട്. ചിലപ്പോൾ അവർ വയലൻ്റ് ആയെന്നിരിക്കും, അവർ ചിലപ്പോൾ ഓർമ്മകേടുകൾ കാണിച്ചെന്നിരിക്കും. അവരെയൊക്കെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ആ വിധത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർ ഇവിടെ കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആകാം ഒരു പക്ഷെങ്കിൽ ഇത്രയും രോഗവ്യാപനമുണ്ടായത്. എന്നാൽ അവരൊക്കെ ഇപ്പോൾ ശാന്തരായിട്ട് പോകുന്നു. അവർ പിന്നെ അതുപോലെ തന്നെ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ, നമുക്കറിയാം അവരുടെ അവസ്ഥയും വളരെ സങ്കടകരമായ അവസ്ഥയാണ്. അത് ജന്മനാൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. നമുക്കറിയാം മനസ്സ് വളരാതെ ശരീരത്തിൽ വിവിധ അവസ്ഥകളുള്ള പ്രിയപ്പെട്ടവർ അവർ ഈ ഭവനത്തിൽ ആശ്വാസത്തോടെ കഴിയുന്നു. അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഡാമേജ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ, മരത്തിൽ നിന്ന് വീണും അപകടത്തിൽപ്പെട്ടും അങ്ങനെ കിടക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, അവർക്ക് ഈ പറയപ്പെട്ട നിലയിലുള്ള അവർക്ക് സുബോധമുണ്ട്, അവർക്ക് മാനസിക ആരോഗ്യമുണ്ട്, പക്ഷേ അവരുടെ ശരീരം തളർന്നു പോയതാണ്. അവർക്കുള്ള എല്ലാ ശുശ്രൂഷകളും നമ്മൾ തന്നെ ഇവിടെ നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും അവരിലും ഏകദേശം 4 പേർക്ക് പോസിറ്റീവായിട്ടുണ്ട്. മനോഹരമായ ഗാനങ്ങളൊക്കെ പാടുന്ന കൊച്ചുമോന് നെഗറ്റീവാണ്. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. അദ്ദേഹം എങ്കിലും ആ വാർഡിൽ അദ്ദേഹത്തെ സെപ്പറേറ്റ് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരും ഈ ആശ്വാസ ഭവനിൽ ഉണ്ട്. അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി ഒട്ടിസം എന്ന കുട്ടികൾ, നമുക്കറിയാം ജനിച്ച നാൾ മുതൽ അവർ കിടക്കയിലാണ്. 60 വയസ്സ്, 65 വയസ്സ്, 50 വയസ്സ്, അങ്ങനെ പല ഏജ് ഉള്ളവരുണ്ട്. ഏകദേശം 30ഓളം സെറിബ്രൽ പാൾസി ഒട്ടിസം എന്ന കുട്ടികൾ ഒരു വാർഡ് നിറയെ അങ്ങനെയുള്ള കുട്ടികളാണ്. അവർക്കെല്ലാം ആഹാരം നമ്മൾ വാരി കൊടുക്കണം. അവർക്കൊന്നും നമ്മൾ ഈ പറയുന്നൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരല്ല. ആ വാർഡിൽ ഒരു കുട്ടിക്ക് പോസിറ്റീവാണ്, മറ്റ് കുഞ്ഞുങ്ങൾക്കാർക്കും പോസിറ്റീവല്ല, നെഗറ്റീവാണ്. അതങ്ങനെ ഒരു ആശ്വാസമുണ്ട്. എങ്കിലും അവർക്ക് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അങ്ങനെ വിവിധ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബലഹീനതകൾ പിടിപെട്ടവർ, അസ്വസ്ഥതകളുള്ളവർ, ട്രീറ്റ്മെൻറ്റ് വേണ്ടിയവർ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ഒരു പക്ഷേ അതുകൊണ്ടും കൂടെ ആയിരിക്കാം ഇത്രയും പ്രിയപ്പെട്ടവർക്ക് ഈ രോഗമുണ്ടായത്. ഞാനിത് പറയാൻ കാരണം പല പ്രിയപ്പെട്ടവരും ചോദിക്കും, ഇത്രയും ആളുകൾക്ക് ഈ രോഗം എങ്ങനെയുണ്ടായി? അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ അകത്തളത്തിലേക്ക് വരുമ്പോഴേ മനസ്സിലാകുള്ളൂ. കാരണം ഈ നിലയിലുള്ള ബലഹീനരും അസ്വസ്ഥതകളും ഓർമ്മകേടുകളും ഒക്കെയുള്ളവരെ നമ്മൾ പരിപാലിക്കുമ്പോൾ വളരെ ശ്രമകരമാണ്, വളരെ നമുക്ക് പാടാണ്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ വ്യാപനം ഉണ്ടാകാൻ കാരണം നമുക്കറിയാം വായുവിൽ കൂടിയാണല്ലോ. ഒരു പക്ഷെങ്കിൽ എത്ര നമ്മൾ നിയന്ത്രിച്ചാലും ഒരു പക്ഷെങ്കിൽ അവരുടെ തുപ്പലോ സ്രവമോ ഒക്കെ പരസ്പരം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങളിപ്പോൾ കൂടുതലായിട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ദൈവം പൂർണ്ണമായൊരു വിടുതൽ ഈ കാര്യത്തിൽ തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച മാനസിക ധൈര്യം അത് ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസമാണ്. അതുപോലെ തന്നെ ഈ ദേശം, ഈ ചുറ്റുപാടുള്ള ആളുകൾ, നമുക്കറിയാം ഇതുപോലെ ഇത്രയും ആളുകൾക്ക് പോസിറ്റീവ് ആകുമ്പോൾ കോവിഡ് അല്ലെങ്കിൽ കൊറോണ എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിൽ ഒരു നാട് മുഴുവൻ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ നാട്ടിലുള്ള ആളുകൾ അവരും ഉൾക്കൊണ്ടു, ഞങ്ങളെ അവർ കരുതി, യാതൊരു പ്രശ്നങ്ങളും അവർ ഉണ്ടാക്കാതെ, യാതൊരു പ്രശ്നങ്ങളും അവർ ഇഷ്യൂ ചെയ്യാതെ ഞങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകി. അവരുടെ എല്ലാ സഹകരണങ്ങൾക്കും ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയും കടപ്പാടുമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷി കാര്യങ്ങളിലും ഞങ്ങളുടെ മൃഗങ്ങളുടെ കാര്യങ്ങളിലും ഒക്കെ ഇപ്പോൾ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ രാജീവ് സാറൊക്കെ ആ വിഷയത്തിൽ പശുക്കൾക്ക് കൊടുക്കാനുള്ള തീറ്റി വരെ അതെങ്ങനെ കണ്ടെത്തുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ആൾക്കാർക്ക് പോകാൻ കഴിയുന്നില്ല. ചില ആളുകളെ ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അവിടേക്ക് ഈ ഗിൽഗാലിലേക്ക് വരാതെ തന്നെ ഡയറക്റ്റ് കൃഷി സ്ഥലങ്ങളിലേക്ക് ക്രമീകരിച്ചിരിക്കുകയാണ്. ആ കാര്യത്തിൽ പോലും വാർഡ് മെമ്പർമാരും രാജീവ് സാറും ഒക്കെ പാസ്റ്റർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളുണ്ട്, വെള്ളമൊഴിക്കണമെങ്കിൽ ഞങ്ങൾ ആളുകളെ ക്രമീകരിച്ചു കൊള്ളാം, അതൊന്നും ഓർത്ത് പാസ്റ്റർ വിഷമിക്കേണ്ട എന്നുള്ള അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും മനസ്സ് എത്ര നല്ല ആളുകൾ, എത്ര നല്ല മനസ്സുള്ളവർ എന്ന് ഓർത്ത് എൻ്റെ മനസ്സ്
സമാധാനത്തോടും ആശ്വാസത്തോടുമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ സാലി എൻ്റെ ടെസ്റ്റ്, സാലിയുടെ ടെസ്റ്റ്, ഹാനോക്കിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും നെഗറ്റീവാണ്. അത് ഒരു ആശ്വാസമാണ്. കാരണം ഞങ്ങൾക്ക് മറ്റ് ശാരീരിക ക്ഷീണമൊന്നും ദൈവത്തിൻ്റെ വലിയ കൃപയാലില്ല. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ സമയവും ഇവരുടെ കൂടെ ഇവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകുവാനുണ്ട്. ഞങ്ങളെ സ്നേഹിക്കുന്ന പല പ്രിയപ്പെട്ടവരും പറഞ്ഞു, പാസ്റ്റർ വളരെ ശ്രദ്ധിക്കണം, അകലം പാലിക്കണം, പാസ്റ്റർ വീണു പോകരുത്, പാസ്റ്റർ ക്ഷീണിതരാകരുത്. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞങ്ങൾ മാറി നിന്നാൽ ഒരു പക്ഷെങ്കിൽ കോവിഡ് പോസിറ്റീവായിട്ട് മരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കെയർ കിട്ടാതെ ഒരു പക്ഷെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കാം. അത് വരാതിരിക്കാൻ ഞങ്ങളുടെ സകല പരിശ്രമങ്ങളും ചെയ്ത് ഞങ്ങൾ ഇവരോട് കൂടെയുണ്ട്. ഇവരോട് കൂടെയുള്ളത് ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്കൊരു സമാധാനമാണ്. ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് അതൊരു ആശ്വാസമാണ്. ഞങ്ങളുടെ മുഖം കാണുമ്പോൾ, ഞങ്ങളുടെ സാന്നിധ്യം കാണുമ്പോൾ അവർക്ക് ആശ്വാസമാണ്. അതുപോലെ തന്നെ ഇതൊരു മാനസികമായിട്ടും ഒരു പ്രശ്നമായിട്ടും മാറാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങളുടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് 4 പേർക്ക് പോസിറ്റീവായി സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പോസിറ്റീവായിരുന്നു. എന്നാൽ അവർക്ക് റിസൾട്ട് വന്ന 2-3 ദിവസം കഴിഞ്ഞാണ്. ഈ ടെസ്റ്റ് ചെയ്ത സമയത്ത് അവർക്ക് യാതൊരു രോഗലക്ഷണങ്ങളുമില്ലായിരുന്നു. ആദ്യത്തെ 1-2 ദിവസങ്ങൾക്ക് അവർക്ക് യാതൊരു രോഗലക്ഷണങ്ങളുമില്ലായിരുന്നു. എന്നാൽ റിസൾട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ സമയം തന്നെ അവരിൽ പലർക്കും തലവേദന അനുഭവപ്പെട്ടു, തലകറക്കം അനുഭവപ്പെട്ടു, അവർക്ക് ടെമ്പറേച്ചർ തോന്നുന്നു, പല അസ്വസ്ഥതകൾ അവർ പറയുവാനിടയായി തീർന്നു. ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, ഈ കോവിഡ് എന്ന് പറയുന്ന ഈ ാകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ അധൈര്യപ്പെടേണ്ട എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ ഒരല്പം പോലും ഇതിനെ ഭയപ്പെടുന്നില്ല, ധൈര്യമായിട്ട് മുൻപോട്ട് പോവുകയാണ്. കാരണം നമുക്ക് ഈ ഒരു അനുഭവത്തിൽ കൂടി യാത്ര ചെയ്യണമെന്ന് ഒരു പക്ഷെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ ആയുസ്സിൽ ദൈവം മുന്നമേ കണ്ടിരിക്കുന്നു. ഇത് ഒരു സമയമാകുമ്പോൾ മാറും. ഇതിൽ കൂടി നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിൽ ഞങ്ങൾ ആശങ്കപ്പെടുന്നില്ല. നമുക്കിങ്ങനെ എന്നെ ദൈവം ആശ്വസിപ്പിച്ചൊരു വാക്യമുണ്ട്. അതായത് പുറപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ 15-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവിൻ, ഇസ്രായേൽ മക്കളോട് പറയുക. മുൻപോട്ട് പോകുവിൻ എന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. ചെങ്കടലിന് മുൻപിൽ മോശ തളർന്ന് നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്തൊരു ധൈര്യമാണ്, ഈ ജനവുമായിട്ട് നീ മുൻപോട്ട് പോകുക. എങ്ങനെ മുൻപോട്ട് പോകും? ചെങ്കടൽ കവിഞ്ഞൊഴുകുകയാണ്, എങ്ങനെ മുൻപോട്ട് പോകും? പക്ഷേ ദൈവം പറഞ്ഞു, നീ നിലവിളിക്കണ്ട, നീ നിലവിളിക്കാനുള്ള സമയമല്ല, നീ വീണ് കിടക്കാനുള്ള സമയമല്ല, നീ നിരാശപ്പെടാനുള്ള സമയമല്ല, നീ തളർന്നു കിടക്കാനുള്ള സമയമല്ല, നീ ജനത്തെ കൊണ്ട് മുൻപോട്ട് പോകുക. ഈ വാക്യം എന്നെ വളരെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടായിട്ട് ഞാൻ പറയുകയാണ്, അതെ, ഞങ്ങളിന്ന് കോവിഡാകുന്ന ചെങ്കടലിൻ്റെ മുൻപിലാണ്. തളരുന്നില്ല, ഞങ്ങൾ കരയുന്നില്ല. ധൈര്യമായിട്ട് ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുമായിട്ട് ഞങ്ങൾ ചെങ്കടലിനെ തരണം ചെയ്യുകയാണ്. ഈ ചെങ്കടലിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. നിങ്ങളേവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു പ്രതിസന്ധിയിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്യുന്നു. ചെങ്കടൽ ഞങ്ങൾ കടക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. എല്ലാവരുടെയും സ്നേഹത്തിനും എല്ലാവരുടെയും സഹായ സഹകരണത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എത്രയും വേഗം ഈ അവസ്ഥകൾ മാറും. നമുക്ക് ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കരുണയും അനുഭവിക്കാം. എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. ഞങ്ങൾ തനിയല്ല, ഞങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, ഞങ്ങൾ അനാഥരല്ല. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ ഓർക്കുന്ന, ഞങ്ങളെ കരുതുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പലരും വിളിച്ച് അവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്ററെ തളരരുത്,
ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് വളരെ ആശ്വാസമായി. വിവിധ സഭാ രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങളെ വിളിച്ചു. അവരോടൊക്കെ ഞങ്ങൾ നന്ദിയുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ ചെങ്കടലിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.